വരുന്നു. പിന്നിലെ വാതിൽ കുറ്റിയിട്ടിട്ട് വരാം. സൂക്ഷിക്കണേ. അതെ, ആ കിളവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തീർത്തി വെക്കല്ലേ, ഞാൻ വരുന്നു. കേറി കഥ കടിച്ചു. സെറ്റപ്പാണല്ലേ. അപ്പൊ ഇത് മൊത്തം ഫ്രീ ആണല്ലേ? ചാവണില്ല പണ്ടോ. പിന്നെ തടിയില്ലാത്തൊരാൾ തടി വെച്ച് വന്നാലേ കഷ്ടപ്പെടുന്നത് ഞാനാ. കുറക്കണം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക കിളവൻ. എന്നാലും ഉസൃതിക്ക് ഒരു കുറവുമില്ല. എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ എന്റെ കഴുത്തിലൊരു താടി കിട്ടുന്നു. പണി വരേണ്ടത്. വെറുതെ പറഞ്ഞതാണ് കള്ളൻ. കള്ളത്തി വേണ്ടി വെക്കരുത്. ഇടിയം പരമുതിന് പണി. നമുക്ക് ഈ സ്ഥലത്താണ് ഏരിയയിലും കുഴപ്പമില്ല. പട്ടിയിൽ കുറേ കണ്ടല്ലോ. ചിലപ്പോൾ അവനോട് ഉണ്ടെങ്കിലോ നമുക്കെന്തായാലും വണ്ടി സൈഡായി നോക്കിത്തരാം. ഇറങ്ങടാ. ഈ പരപ്പാറ ജെയിംസ് ഇങ്ങനത്തെ ഉള്ള ഏരിയകൾ മാത്രമേ കക്കുള്ളൂ. ഇവിടെ ഏതാണ്ട് ഒരു 7 വീടുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇവന്മാരൊക്കെയുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവൻ തപ്പി പിടിച്ച് കണ്ടു കിട്ടിയാൽ മതി. പരപ്പാറ ജെയിംസ് അല്ലേ പേര് കഴിച്ച് പിന്നീട് ഞാൻ ചെല്ലി ഇവന്തൊക്കെ അതിന് ചെല്ലി വരുന്നു. ഞങ്ങളുടെ ജോലി വളരെ തെറ്റി. നിന്റെ ഭാര്യനൊന്നല്ല ഞാൻ ഒളിഞ്ഞു നോക്കിയത്. നിങ്ങൾ അവനൊരു 6 അടി ബംഗാളിയാണെന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ വട്ടം കയറി പിടിച്ചതാ. പക്ഷെ പിടി കിട്ടി. ഇപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഇനി അങ്ങട്ട് നല്ല സമയം. പിടിച്ചാ പിടി കിട്ടില്ല. ആ പണിക്കര് പറഞ്ഞ അച്ചട്ടായി തെണ്ടി. ഈ പട്ടിയെടുന്ന് കുറയ്ക്കുന്ന എങ്ങനെയാണ്?
ആരെങ്കിലും ജനലിന് പോവട്ടെ അവിടെ നിന്ന് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്. പട്ടി കുരക്കനായിട്ട് നോക്കാൻ ഇറങ്ങിയതാ. ഒന്ന് പോതല്ലേ, പട്ടി കലണ്ടർ നോക്കിയിട്ടല്ലേ കുരക്കാൻ ഇറങ്ങുന്നത്. ഒന്ന് പോ പിശാച് പട്ടി, മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. ഇവിടെ ഇങ്ങൊന്നും കാണാനില്ലല്ലോ. എന്ത് കണ്ടിട്ടാണ് ഈ പട്ടി ഇങ്ങനെ ഇടന്ന് കുരയ്ക്കുന്നത്? പച്ച മനുഷ്യനോ? വിഷ്ണു, ഇവനിത് എവിടെ പോയി കിടക്കണ? വിളിച്ചു നോക്കാം. പിന്നെ നാട്ടുകാരെല്ലാം പോയി പെട്ടോ ദൈവമേ. കണ്ണ് കാണാനില്ലല്ലോ. പാമ്പാണോ? ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാനാലോതിന്റെ പോയി ആ ചാണകോടിയിൽ വീണടാ. നീ ഇത് കണ്ട? നീ എന്താ മൊബൈൽ എടുക്കാത്തെ? എത്ര നേരം കാത്തിക്കുന്നത് ഇവിടെ? എന്റെ മൊബൈലൊക്കെ പോയടാ. ആ നാട്ടുകാർ തണ്ടികൾ പോകണ്ട്. എനിക്കിവിടെ വരാൻ പറ്റുമോ? വാ, ഒന്ന് വണ്ടി കയറി. ഏതൊരു അലവരാതി വായുവിളിക്കാൻ കൊണ്ടല്ലോ. തൂട്ടല്ലേ തൂട്ടാൻ പറ്റിയ സാധനം. വണ്ടിയെടുക്കടാ. എന്തായിരുന്നു എന്റെ ജീവിതം? ചാണകത്തെ മുങ്ങി. കറക്റ്റ്. നോക്കണേ. കാത്തിരുന്ന പെണ്ണല്ലേ. എന്ത് വേണേ? എന്താടാ ഇഷ്ടായില്ലേ? പോലീസ് നിർദ്ദേശിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തിൽ കളം കൊണ്ടെന്നാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി മോഷണം നടക്കുന്ന മേഖലയായതിനാൽ പ്രദേശവാസികളുടെ നിരീക്ഷണത്തിലായിരുന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിൽ ആളുകൾ പരിഭ്രാന്തിയിലാണ്. പെരുന്നീ ഭാഗത്ത് താമസക്കാരനായ കുട്ടപ്പൻ എന്ന യുവാവിനാണ് അജ്ഞാത ജീവിയെ കണ്ട് മാനസിക സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഒരു പാവത്തിന് പ്രാർത്ഥനയാക്കിട്ട് ഇരുന്ന് ചിരിക്കണുണ്ടല്ലേ? പിന്നല്ലാണ്ട് ഇതേ മേഖലയിൽ ആൾക്കുരങ്ങിന്റെ രൂപസാദൃശ്യമുള്ള അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായി. ആൾക്കുരങ്ങിന്റെ രൂപസാദൃശ്യമുള്ള അജ്ഞാത ജീവി, അത് കറക്റ്റാണ്. അങ്ങനെ കുട്ടപ്പനെ എടുത്തൊരു തീരുമാനമായി. സസ്പെൻഷനില്ല, എന്നിട്ടും പിള്ളേരുടെ ചിരിക്കും കളിക്കും ഒരു കുറവുമില്ല. നിന്റെ അമ്മയുടെ ഓർത്തനെ കേട്ടതൊന്നും നമ്മൾ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. പരാതി ഉയർന്നിട്ടുണ്ട്. പെരുന്നീ ഭാഗത്ത് ഇന്നലെ നടന്ന മറ്റൊരു സംഭവത്തിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായ സുധാകരനും ഭാര്യയുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മോഷണ ശ്രമവുമായി ഇവർക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നായോ മറ്റെന്തെങ്കിലും ഭീഷണികൾ നിലനിന്നിരുന്നായോ അയൽവാസികൾക്ക് അറിവില്ല.